ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചി കളമശ്ശേരി HMDക്ക് സമീപം ഒരു മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഒരു 58-കാരൻ്റെ, അത് സൂരജ് ലാമയുടേതാണെന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ നിലവിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ആ കണ്ടെത്തിയ മൃതദേഹത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. കണ്ടെത്തിയ മൃതദേഹം കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ ശേഷം കാണാതായ സൂരജ് ലാമയുടേതാണെന്നുള്ള സംശയം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഹൈക്കോടതി പോലീസിന് നൽകുന്നത്. കേസ് ഡിസംബർ 4-ന് വീണ്ടും പരിഗണിക്കും. അതായത് വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. കാണാതായ ലാമയെ പോലീസ് കൊണ്ടുപോയി എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. അപ്പോൾ പോലീസിനോട് കൃത്യമായി ഈ മൃതദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒക്കെ തന്നെ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു ഹൈക്കോടതി. ഡിസംബർ 4-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോഴേക്കും ഈ വിവരങ്ങളെല്ലാം സമർപ്പിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശം. ഇതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും ഡിസംബർ 4-ന് മുമ്പ് ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശമുള്ളത്. നിലവിലെ സാഹചര്യം, ഈ കേസിനെ സംബന്ധിച്ച സാഹചര്യം എന്ന് പറയുന്നത്, കാണാതായ ലാമയുടെ മകൻ സാംസൺ ലാമ തൻ്റെ പിതാവിനെ കാണാനില്ല എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് നേരത്തെ നൽകിയിരുന്നു. അതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിച്ചിരുന്നു. ഒക്ടോബർ അവസാനത്തോടുകൂടി അത്തരത്തിലുള്ള നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഹർജി ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നു. ആ പരിഗണിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് MB സ്നേഹലത എന്നിവരാണ് ഈ ഹർജിയെല്ലാം പരിഗണിച്ച് ഇപ്പോൾ നിലവിലെ അടക്കമുള്ള ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലാമ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്തത് എന്നീ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയണമെന്നുള്ളതാണ്. നിലവിലെ വിവരങ്ങളല്ല, കൃത്യമായ വിവരങ്ങൾ, റിപ്പോർട്ടുകൾ അടക്കം അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങൾ ഡിസംബർ 4-ന് മുമ്പ് പോലീസ് ഹൈക്കോടതിക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശമുള്ളത്. അതോടൊപ്പം പോലീസിന് വലിയ രീതിയിൽ വിമർശനം കൂടി ഉണ്ടായി. പോലീസിനെ വിമർശിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഹൈക്കോടതി രൂക്ഷമായുള്ള വിമർശനമാണ് നടത്തിയിരിക്കുന്നത് പോലീസിന് നേരെ. കാരണം നഗരത്തിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ മേൽനോട്ടമില്ലാതെ വിട്ടു എന്നുള്ള ഒരു വിമർശനം പോലീസിന് നേരെ ഉന്നയിച്ചിരിക്കുന്നു ഹൈക്കോടതി. പോലീസിന് തീർച്ചയായും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്. അത്തരം പ്രദേശങ്ങൾ മേൽനോട്ടമില്ലാതെ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം കോടതിയെ കൃത്യമായി അറിയിക്കണം. അപ്പോൾ ഈ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ എന്തുകൊണ്ട് മേൽനോട്ടമില്ലാതെ സൂക്ഷിക്കുന്നു എന്നതിൻ്റെ കാരണം കോടതിയെ അറിയിക്കണം. ഒപ്പം ഡിസംബർ 4-ന് മുമ്പ് ഈ മൃതദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എപ്പോൾ ആശുപത്രിയിലെത്തി, എപ്പോൾ ഡിസ്ചാർജായി, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളടക്കം ഡിസംബർ 4-ന് മുമ്പ് ഹാജരാക്കണമെന്നുള്ളതാണ് കോടതി നിർദ്ദേശം. അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതായത് ഈ ആളൊഴിഞ്ഞ സ്ഥലം മേൽനോട്ടമില്ലാതെ കിടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അതടക്കമുള്ളത് നിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകണമെന്നാണ്. MS മനേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. MS, എന്താണ് ഈ വാർത്തയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഹൈക്കോടതിയുടെ കൃത്യമായ രൂക്ഷ വിമർശനം അടക്കം ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ? ഹൈക്കോടതിയുടെ വിമർശനത്തിലെ ഏറ്റവും കാതലായ കാര്യങ്ങൾ, ഏറ്റവും ആളൊഴിഞ്ഞ ഇടങ്ങൾ, ആ ഇടങ്ങളിൽ ഒരു അന്വേഷണവും നടത്തുന്നില്ല, ആ ഇടങ്ങളിലേക്ക് പോലീസിൻ്റെ കണ്ണു പോകുന്നില്ല എന്നുള്ള രൂക്ഷമായ വിമർശനം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം നഗരത്തിൽ പ്രധാനപ്പെട്ട മാൾ സ്ഥിതി ചെയ്യുന്ന ഇടത്തു നിന്ന് 5 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയുന്ന ഇടമാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിലെ പഴയ HMT കമ്പനിയുടെ റോഡിൻ്റെ വശം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇത്ര വലിയ എറണാകുളം നഗരത്തിൽ ഊട്ടി പോലെയുള്ള ഒരു സ്ഥലമുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വൃക്ഷനിബിഡമായിട്ടുള്ള കാനന പ്രതീതി തോന്നുന്ന ഒരു ഇടം. അത് കാട് പിടിച്ച് കിടക്കുന്നു എന്ന് പറയാൻ കഴിയില്ല, മറിച്ച് കാട് തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രദേശം. അത്രമേൽ ഇരുണ്ടത്, നിറയെ വൃക്ഷനിബിഡമായിട്ടുള്ളത്, തണുപ്പുള്ളത്. പക്ഷേ ആ റോഡിൻ്റെ വശത്ത് നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന വൃക്ഷനിബിഡമായിട്ടുള്ള ഇരുട്ട് പരന്ന ആ പ്രദേശത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ദുരൂഹതയുള്ള ഒന്നാണ്. അവിടെ ഒരാളെ കൊലപ്പെടുത്തിയിട്ടാൽ ആരും അറിയാത്തൊരവസ്ഥയുണ്ട്. അവിടെ എന്തൊക്കെ അധാർമിക പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ള വലിയ വിമർശനം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന വ്യക്തി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടിയിട്ട് ഓർമ്മയില്ലാതെ അനാഥനെ പോലെ അലഞ്ഞു നടക്കുന്ന ദൃശ്യങ്ങൾ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്നു. അത്തരം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലെങ്കിലും ജാഗ്രതയോട് കൂടിയിട്ട് പോലീസിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അലംഭാവത്തിലേക്ക് രൂക്ഷമായിട്ട് കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു എന്ന് വേണം കാണാൻ ഇപ്പോഴത്തെ ഈ വിമർശനത്തിൽ നിന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. പ്രസാദ് കാളിദാസൻ.
യെസ്, അത് തന്നെയാണ്. രൂക്ഷ വിമർശനം തന്നെ ഉണ്ടായിരിക്കുന്നു. ആളൊഴിഞ്ഞ പ്രദേശം എന്ന് പറയുമ്പോൾ MS സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആളൊഴിഞ്ഞ കാട് പിടിച്ച പ്രദേശമല്ല, അതൊരു കാട് തന്നെയാണെന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളത്. അവിടെ എന്ത് സംഭവിച്ചാലും, അവിടെ ഒരാളെ കൊന്നിട്ടാലും അറിയില്ല എന്നുള്ള തരത്തിലുള്ള, അല്ലെങ്കിൽ അത്രയും നിബിഡമായ ഒരു വനപ്രദേശമായി മാറിയിരിക്കുന്നു. ഈ വനപ്രദേശം എന്തുകൊണ്ട് മേൽനോട്ടമില്ലാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതിന് കൃത്യമായ വിശദീകരണം പോലീസ് നൽകേണ്ടിയിരിക്കുന്നു. ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു അതിനൊരു വിശദീകരണം. ഡിസംബർ 4-ന് ഈ സൂരജ് ലാമയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരൂഹത, അതിനെ സംബന്ധിച്ചുള്ള മൃതദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ, റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കാര്യത്തിനും കൂടി കൃത്യമായ വിശദീകരണം നൽകണമെന്നുള്ളതും കൂടിയാണ്. പോലീസിന് ഇതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതും കൂടിയാണ് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത്. ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം, ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ്. ഒരു മീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, NIA-യുടെ ഈ ഓഫീസ് ഇരിക്കുന്ന സ്ഥലവും അത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ കാട് പിടിച്ച ഒരു പ്രതീതിയുള്ള സ്ഥലമായിരുന്നു. എങ്കിലും NIA-യുടെ ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന ഭാഗങ്ങളിലേക്ക് നിരവധിയായിട്ടുള്ള ക്യാമറകൾ സുരക്ഷയുടെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രദേശം നിൽക്കുന്നത് എന്നതാണ് അതിൻ്റെ വൈരുദ്ധ്യമെന്ന് മാത്രം സൂചിപ്പിക്കാം. തീർച്ചയായും MS എന്തായാലും NIA അടക്കം സ്ഥലം കണ്ടെത്തി. അവിടുത്തെ NIA അടക്കം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ടാണ്. അതോടൊപ്പം ആ പ്രദേശത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, വരും വർഷങ്ങളിൽ ഹൈക്കോടതി അടക്കം അങ്ങോട്ട് സ്ഥലം കണ്ടെത്തിയൊരു സാഹചര്യം ഒക്കെ കൂടിയുണ്ട്. ഭാവിയിൽ ഹൈക്കോടതിക്കായി അവിടെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് ഹൈക്കോടതി മാറിയേക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പ്രദേശം അത്രത്തോളം വലിയൊരു പ്രദേശത്തിന് സമീപത്തായാണ് ഇത്തരത്തിൽ കാട് പിടിച്ച് കിടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കേസിനെ അത്രത്തോളം പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നത്. എന്തായാലും പോലീസിന് ലഭിച്ച രൂക്ഷ വിമർശനത്തിൽ പോലീസ് കൃത്യമായി വിശദീകരണം നൽകണമെന്നുള്ളതും കൂടിയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്.